മൈപ്രണ്ട് എന്ന് പാടി പുകഴ്ത്തി സായിപ്പിന്റെ പിന്നാലെ നടന്ന് ഒടുവിൽ ഒരു രാജ്യത്തെ ആകമാനം അപമാനിച്ചിട്ടും സംഘികളുടെ വിശ്വഗുരുവിന് ഇതുവരെ വാ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ അധിക്ഷേപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭൂമിയിലെ നരകം എന്നായിരുന്നു ട്രംപിന്റെ കടുത്ത വിമർശനം. ഈ പ്രസ്താവനയിൽ പക്ഷേ പ്രതികരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായി. In regard to your second question, we have seen some reports. That is where I leave it. 47-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടുകൂടി നമ്മൾ സ്വതന്ത്രരായി അഭിപ്രായമുള്ളവരായി മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് ലോകത്താകമാനം ഇന്ത്യ ആഗോള ശക്തിയായി ജർമ്മനിയെ സാമ്പത്തിക ശക്തിയിൽ മറികടന്നു, ജപ്പാനെ മറികടന്നു എന്ന വിശ്വലോക തള്ളൽ നടക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ അഭിമാനം എന്താണ്? ആ രാജ്യത്തെ മറ്റൊരിടത്തിരുന്ന് സ്വന്തം ഫ്രണ്ട് തന്നെ നരകം എന്ന് വിളിക്കുമ്പോൾ അതിൽ ശക്തമായിട്ടൊരു പ്രതികരണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സംഘികളുടെ വിശ്വലോക തള്ളലുകൾ കേട്ടതിന് ശേഷം ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ ഭയക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന തള്ളലൊക്കെ വെറും ഊതിപ്പെരുപ്പിച്ച ബലൂണാണെന്ന് മനസ്സിലാക്കുക. എല്ലാ കാലത്തും ഡയലോഗടി കൊണ്ടും ഫോട്ടോഷൂട്ട് കൊണ്ടും നാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല. അതിലൂടെ ലോകത്താകമാനം ഇന്ത്യ എന്ന രാജ്യത്തെ ഉറ്റുനോക്കുന്നു എന്ന് പറയുമ്പോൾ മൈപ്രണ്ട് ട്രംപ് തന്നെ സ്വന്തം ട്രൂ അക്കൗണ്ടിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഒരു റേഡിയോ ജോക്കിയുടെ കത്തിൽ ഇന്ത്യ നരകമാണെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ സംഘി വികാരം എവിടെ പോയി? ഇപ്പോഴും 47-ന് മുന്നേയുള്ള സംഘികളെ കാണുമ്പോൾ എന്താണോ ഷൂ വർക്ക് ആ മനോഭാവത്തിലേക്ക് പോയി എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ. ഒരു കാര്യം കൂടിയുണ്ട്, ഈ രാജ്യത്തിന്റെ ചേരികളെ മറച്ചുകെട്ടി വലിയ മോടി പിടിപ്പിച്ച് മൈപ്രണ്ടിനെ എഴുന്നള്ളിച്ചതിന് ശേഷവും ഫ്രണ്ടിന്റെ മനസ്സിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്താണെന്നാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ടുള്ള മനുഷ്യരെ വിലങ്ങണിയിച്ച് അടിമകളെപ്പോലെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ നട തള്ളിയിട്ട് പോയ സന്ദർഭത്തിൽ പറഞ്ഞു, മൈപ്രണ്ട് എന്ന ആത്മബന്ധമുണ്ടെങ്കിൽ അയാളോട് ഇത് കാട്ടുമോ എന്നുള്ള കാര്യം. നമ്മൾ ആരുമായിക്കോട്ടെ, അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടെങ്കിൽ അവരുടെ പൗരനെ ബഹുമാനാർഹമായിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു വിമാനം അയക്കൂ, ഞങ്ങൾ കയറ്റി വിടാം എന്നല്ല. സായിപ്പിന്റെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഈ നാട്ടിൽ ജോലി തേടിപ്പോയ മനുഷ്യരെ അടിമകളെ പോലെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് നട തള്ളിയിട്ട് പോകുമ്പോൾ ആ പൗരന്റെ അഭിമാനം മാത്രമല്ല, ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് കൂടിയാണ് അന്ന് കോട്ടമേറ്റത്. അന്നും സംഘികൾ വലിയ ന്യായീകരണം ന്യായീകരിച്ചു. അതിനുശേഷം പെഹൽഗാം വിഷയത്തിൽ ഈ രാജ്യത്തോട് തൊട്ട അയൽ സംസ്ഥാനം കാട്ടിയ കൊടും ക്രൂരതയ്ക്കും ഇന്ത്യ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ പരമോന്നത പൗരനേക്കാൾ വലിയ അഭിപ്രായമായിട്ട് മൈപ്രണ്ട് കയറി അഭിപ്രായ പ്രകടനം നടത്തിയ സന്ദർഭത്തിലും വായി തുറന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ നരകമെന്ന് അധിക്ഷേപിക്കുകയാണ്. എത്ര തവണയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് നികുതിപ്പണം പൊടിച്ചുകൊണ്ട് ആഡംബര യാത്രകൾ അമേരിക്കയിലേക്ക് മൈപ്രണ്ടിനെ കാണാൻ വേണ്ടി യാത്ര ചെയ്തത്? അദ്ദേഹത്തെ വിളിച്ച് ഫോൺ സംഭാഷണം നടത്തുന്നു, അദ്ദേഹവുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കുന്നു. എന്തിനേറെ പറയുന്നു, നികുതി ഭാരം പോലും ചുമത്തിയിട്ട് അവിടങ്ങളിൽ ഒരക്ഷരം ഉരിയാടാതെ ഇങ്ങനെ അടിമവേല ചെയ്യുന്ന പ്രവർത്തനത്തെ ഇന്നും ഹീറോയിസം എന്ന് വിളിക്കുന്ന സംഘികളുടെ ഹീറോമാരുടെ ഒരു അവസ്ഥ നോക്കണേ. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ പോലും ഈ രാജ്യത്തിന്റെ നിലപാടുകൾ അത് ലോകത്താകമാനം ചർച്ച ചെയ്തു. പക്ഷേ ഇന്നിപ്പോ നിലപാടുകളല്ല, ഫോട്ടോഷൂട്ടുകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ ഗീർവാണങ്ങൾ അടിക്കുന്നത്. കണ്ടോ നമ്മുടെ വിശ്വഗുരുവിന് ലോകത്ത് കിട്ടുന്ന സ്വീകാര്യത? ചെന്നുടനെ ക്യാമറാമാനെ സെറ്റ് ചെയ്ത് നിർത്തി ഏത് രാജ്യത്താണോ സുരേഷ് ഗോപി സ്റ്റൈലിൽ പോയി ചാടി വീണ് കെട്ടിപ്പിടിക്കുന്നതിനപ്പുറം നമ്മുടെ നിലപാടും നമ്മുടെ രാജ്യത്തെയും മറ്റുള്ളവർ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളെ അപകീർത്തിപ്പെടുത്താതിരിക്കുക, അവഹേളിക്കാതിരിക്കുക. ആ അവഹേളിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വിശ്വഗുരുവിന് അവർ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതാണ്. വാചക കസർത്തുകളും ഫോട്ടോഷൂട്ട് വെച്ചുള്ള PR പണിക്കപ്പുറം എന്താണ് ലോകത്താകമാനമുള്ള നേതാക്കന്മാർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതോടുകൂടി ഈ നാട്ടിൽ ജീവിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിനേറ്റ കോട്ടത്തിന് മറുപടി പറയുകയാണ് വേണ്ടത്. രാജ്യസ്നേഹം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരെല്ലാം ഇപ്പോൾ വായ്ക്കകത്ത് ഉണ്ടംപൊരി വെച്ച് വാ തുറക്കാതിരിക്കുന്ന ഈ അവസ്ഥ കൂടി നാട് കാണേണ്ടതാണ്. ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന് ഇനിയെങ്കിലും ഈ നാട്ടിൽ ജീവിക്കുന്നവർ തിരിച്ചറിഞ്ഞോളൂ. ബാക്കിയുള്ളതെല്ലാം ഷോ ഓഫുകൾക്കപ്പുറം എന്താണ് കഴിഞ്ഞ 11 വർഷത്തിലേറെയായി ഈ രാജ്യം നേടിയെടുത്തു എന്ന് പറയുന്ന സംഘി തള്ളലുകൾക്കപ്പുറമുള്ള റിയാലിറ്റിയാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും.